ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഒക്ടോബറിൽ മേരിയെ നാം കൂടുതലായി ഓർക്കുന്നുണ്ട്. മരിയൻ വിചാരങ്ങൾ യേശു കേന്ദ്രീകൃതമാണെന്ന് നമുക്കറിയാം. മേരിയുടെ ഓർമ്മകളും മേരിയുമായി ബന്ധപ്പെട്ട ഓർമ്മകളുടെയും ഒക്കെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന യേശു തന്നെ. 30-ാം വയസ്സിൽ വീട് വിട്ടു പോയെന്നാണ് യേശുവിനെക്കുറിച്ച് നമ്മൾ കരുതുന്നത്. ആ 3 വർഷക്കാലം സ്വാഭാവികമായിട്ട് ലോകത്തെ ഏതൊരു അമ്മയും കണക്ക് ഓരോ ചലനത്തിലും ഓരോ അനക്കത്തിലും മേരി കാതോർത്തിരുന്ന മകനെ തന്നെ ആയിരിക്കും. അമ്മ മകനിൽ ഏകാഗ്രമായത് അത്രയും മകൻ അമ്മയിൽ ഏകാഗ്രമായിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ തന്നെ ഓർമ്മയെന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മയെന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ കോറിയിട്ടിരിക്കുന്ന രേഖാചിത്രങ്ങൾ മാത്രമല്ല. ഓർമ്മ നമ്മൾ കൂടെ കൊണ്ടുപോകുന്ന ഒരു അനുഭൂതിയുടെ, ഒരു മാഗ്നറ്റിക്, സ്നേഹത്തിൻ്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെയൊക്കെ പേരാണ് ഓർമ്മ. ആ അർത്ഥത്തിൽ യേശുവിൻ്റെ എല്ലാ കർമ്മങ്ങളിലും തിരക്കിട്ടുള്ള ജീവിതത്തിലുമൊക്കെ മേരി ശാന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചിലൂടെ ഒഴുകിയിട്ടുണ്ടാവണം. അടിസ്ഥാന ഓർമ്മയായിട്ട് നിശ്ചയമായിട്ടും മേരിയെ ജീസസ് പോയിടത്തൊക്കെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവും. നമ്മൾ രൂപപ്പെടുന്ന നമ്മുടെ കുട്ടിക്കാലമാണെന്ന് നമ്മൾ പറയുക. അതുകൊണ്ടാണ് പ്രകാശമുള്ള മനുഷ്യരൊക്കെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പ്രഭുക്കന്മാരെ കണക്ക് വളർത്തിയെടുക്കണമെന്നൊക്കെ പറയുന്നത്. നമ്മളെത്ര ദരിദ്രരാണെങ്കിലും എത്ര ചെറിയ മനുഷ്യരാണെങ്കിലും നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു നിയമം അതുതന്നെയാണ്. കുഞ്ഞുങ്ങളെ എന്തുമാത്രം ആഘോഷമായിട്ട്, എന്തുമാത്രം കുലീനമായിട്ട്, എന്തുമാത്രം ആദരവോട് വളർത്തുക എന്നൊക്കെ ഉള്ളത്. യേശു തന്നെ പിന്നീട് പറയുന്നുണ്ടല്ലോ, ഈ കുഞ്ഞുങ്ങളിലൊന്നിനെ നിന്ദിക്കരുത്. ഒരുപക്ഷെ ഒരു നിന്ദയും കിട്ടാത്ത ഏറ്റവും ആദരവോടുകൂടി തൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു ബാല്യകാലം കഴിച്ചു കൂട്ടാനായ ലോകത്തെ ഏക പൈതൽ യേശു തന്നെയായിരിക്കും. കാരണം തങ്ങളെ ഏൽപ്പിച്ച കുഞ്ഞ് ആരാണെന്നതിനെക്കുറിച്ച് മേരിക്കും ജോസഫിനും നല്ല ധാരണയുണ്ട്. കുട്ടിക്കാലം തന്നെയാണ് നമ്മൾ നിർണ്ണയിക്കുന്നത്. ചിലർ പറയുന്നു 7 വയസ്സ് വരെയുള്ള ജീവിതം, വേറെ ചിലർ 9 വയസ്സ് വരെയുള്ള ജീവിതം. ഇതിനകത്തൊക്കെ അത്ര കണിശത സാധ്യമല്ലെങ്കിൽ പോലും ഒരു കാര്യം ഉറപ്പാണ്, പിന്നെയുള്ള നമ്മുടെ മുഴുവൻ ജീവിതത്തെ നിർണ്ണയിക്കുന്നത് നമ്മുടെ ബാല്യം തന്നെയാണ്. ജോസമരക എന്ന് പറയുന്ന ആ എഴുത്തുകാരൻ്റെ ചെറുപ്രായത്തിലെ ഓർമ്മകൾ, കുറച്ച് കിളുന്ത ഓർമ്മകൾ വായിക്കുകയായിരുന്നു. കുറച്ച് ദാരിദ്ര്യം പിടിച്ച ബാല്യവും ഗ്രാമാന്തരീക്ഷവുമൊക്കെ അതിനകത്തുണ്ട്. ഒരു കുതിരയുടെ പുറത്ത് കയറാനായിട്ട് ഇയാൾ ആഗ്രഹിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ട് കുട്ടിക്ക് അതിനകത്ത് കയറാൻ പറ്റും. കുട്ടി അപമാനിക്കപ്പെടുന്നു. ഇത് നടക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുട്ടിയുടെ 7-ാം വയസ്സിലാണ്. അത് ഈ പുസ്തകം എഴുതുന്നത് 80-ാം വയസ്സിലാണ്. 80-ാം വയസ്സിൽ താൻ കയറാതെ പോയ ആ കുതിരയുടെ ചെറിയൊരു ഓർമ്മ എഴുതിയിട്ട് ഈ മനുഷ്യൻ്റെ പഞ്ച് ലൈൻ വളരെ ഹെവിയാണ്, നമുക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിലാണ്. അതെങ്ങനെയാണ്? ഒരിക്കലും കയറാത്ത കുതിരയിൽ നിന്ന് എനിക്ക് സംഭവിച്ച വീഴ്ച. ആ വീഴ്ചയുടെ ആഘാതത്തിൽ 70 വർഷങ്ങൾക്ക് ഇപ്പുറവും അല്ലെങ്കിൽ 80 വർഷങ്ങൾക്ക് ഇപ്പുറവും ഞാൻ മുടന്ന് തന്നെ നടക്കുക. അപ്പോൾ ബാല്യത്തിലെ പരിക്കുകളിൽ സായന്ത്രങ്ങളിൽ പോലും മുടങ്ങുന്ന മനുഷ്യരുണ്ട്. നിങ്ങൾ സ്വാതന്ത്ര്യവും സമാധാനമൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ സായന്ത്രങ്ങൾ കുറേ കൂടി പ്രശാന്തമായിരിക്കും. നിങ്ങൾ ഭയവും മോണിറ്ററിങ്ങും സർവൈലൻസും ഒക്കെ കൂടെ കടന്നുപോയ, ശാഠ്യമൊക്കെ കടന്നുപോയ ബാല്യത്തിലൂടെ ആണെങ്കിൽ നിങ്ങൾ ഭീതിയുള്ള മനുഷ്യനായിട്ട് ഈ കളങ്കാലിയാക്കേണ്ടതായിട്ട് വരും. ഓരോരുത്തരുടെയും ശൈശവ ബാല്യങ്ങളാണ് അവർ നിർണ്ണയിക്കുന്നത്. ആ അർത്ഥത്തിൽ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും നല്ല ശൈശവവും ബാല്യവും യേശുവിന് കിട്ടിയിട്ടുണ്ടാകും. യേശു പിന്നീട് അനുഭവിച്ചിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും, യേശു പിന്നീട് കൈമാറിയിട്ടുള്ള എല്ലാ കമ്പാഷനും, യേശു പിന്നീട് പുലർത്തിയിട്ടുള്ള എല്ലാ കുലീനതയും വാസ്തവത്തിൽ ആ നസ്രത്തിലെ ആ ചെറിയ വീടിന് അവകാശപ്പെട്ട തന്നെയായിരിക്കും. എത്ര സ്നേഹത്തോടുകൂടിയായിരിക്കണം മേരി ജീസസിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. അത് പ്രശസ്തമായ ഒരു പാട്ടുണ്ട്, മേരി ഡിഡ് യു നോ എന്നുള്ളത്. വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ട് നോക്കിയാൽ നല്ലതാണ്. ഈ കുഞ്ഞിനെ ചുംബിക്കുമ്പോൾ നീ അറിഞ്ഞിരുന്നോ ആ ലോകത്തിൻ്റെ പ്രഭുവിനെയാണ് നീ ചുംബിക്കുന്നൊക്കെ പറയുന്ന ഒരു വളരെ പ്രാർത്ഥനയുള്ള ഒരു ഗാനമുണ്ട്. അപ്പോൾ അവനവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകൾ ബാല്യവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മൾ
എത്തുന്നൊരു വിചാരം അതാണ്, യേശുവിൻ്റെ ഏറ്റവും നല്ല ഓർമ്മ മേരിയുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കണം. ആ ഓർമ്മയെ അവിടുന്ന് കൂടെ കൊണ്ടുപോയിരിക്കും. മേരി യേശുവിൻ്റെ ഓർമ്മകളിലേക്ക് വളരെ ശക്തിയോട് പ്രവേശിച്ച ചില നിമിഷങ്ങൾ വേണമെങ്കിൽ നമുക്ക് സുവിശേഷത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഒരു മൂർത്താനുഭവമായിട്ട് മേരി എത്തുക, അല്ലെങ്കിൽ അതെപ്പോഴും നേരത്തെ പറഞ്ഞ കണക്കൊരു മാഗ്നറ്റിക് ഫീൽഡായിട്ട് വലിയൊരു ഓർമ്മയായിട്ടൊക്കെ നിശ്ചയമായിട്ടും കൂടെ ഉണ്ടാകും. പക്ഷെ അവൾ ഡയറക്റ്റായിട്ട് യേശുവിൻ്റെ സ്മൃതിയിലേക്ക് മേരി വന്നിട്ടുണ്ടെന്ന് കരുതാവുന്ന ചില മുഹൂർത്തങ്ങളെ ഒന്ന് വളരെ വേഗത്തിലൊന്ന് വായിച്ചെടുത്താൽ നല്ലതാണ്. ഒന്നിങ്ങനെ തെറ്റിൽ കുരുക്കപ്പെട്ട സ്ത്രീയുമായി ബന്ധപ്പെട്ട, കുരുക്കപ്പെട്ടെന്ന് തന്നെ പറയുകയാണ്, ബോധപൂർവം പറയുന്നതാണ്. കാരണം ഉഭയഹിതം ആവശ്യമുള്ള ഒരിടർച്ചയിൽ അവൾ മാത്രം എങ്ങനെയാണ് കുരുക്കുന്നത്? ഒരു പുരുഷ കേന്ദ്രീകൃതമായ സമൂഹം ഉണ്ടാക്കിയ സ്ത്രീ സൗഹൃദമില്ലാത്ത ഒരു നിയമത്തിൻ്റെ ഒടുവിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുക എന്നുള്ളത് അവളുടെ വിധിയാണ്, അവൻ്റേതല്ല. അങ്ങനെ ഈ സ്ത്രീയെ യേശുവിന് മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ യേശു അവൾ ഉറ്റുനോക്കുമ്പോൾ യേശു നിശ്ചയമായിട്ട് ഓർമ്മിച്ചത് തൻ്റെ അമ്മയായ മേരിയെ തന്നെ ആയിരിക്കണം. കാരണം നമുക്കറിയാം, വിവാഹത്തിന് മുമ്പേ ഉള്ളിൽ കുഞ്ഞു പേറിയ ഒരാളായിട്ടാണ് മേരിയെ സുവിശേഷം അവതരിപ്പിക്കുന്നത്. എന്തൊരു പ്രതിസന്ധിയിലൂടെയാണ് മേരിയുടെ ജീവിതം കടന്നു പോകുന്നത്. ഒരുപക്ഷെ ലോകത്താർക്കും പിടുത്തം കിട്ടാത്ത, ഒരാളോട് പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരു കാര്യത്തിന് അവൾ അതേന്ന് സമ്മതം മൂളിയിട്ടാണ് ഈ രക്ഷയുടെ ചരിത്രം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഈ പെൺകുട്ടിയെ, ഈ സ്ത്രീയെ നോക്കി നിൽക്കുമ്പോൾ നിശ്ചയമായിട്ടും യേശുവിന് തോന്നുന്നത് തൻ്റെ അമ്മ തന്നെയാണ്. ജോസഫ് എന്ന് പറയുന്നൊരു മനുഷ്യൻ, അയാൾക്ക് നീതിമാൻ എന്നൊരു വിശേഷണമാണ് വേദപുസ്തകം ചാർത്തി കൊടുക്കുന്നത്. അയാൾക്ക് അപ്രകാരം ഒരു വിശേഷണം ഇല്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ സ്ത്രീയുടെ അതേ പൊസിഷനിൽ, അതേ സന്നിഗ്ധതകളിൽ നിശ്ചയമായിട്ടും തൻ്റെ അമ്മ കുറേ കാലം മുമ്പ് ഉണ്ടായേനെ. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട ഒരുവളായിട്ട് മേരി നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ആൾക്കൂട്ടം മുഴുവൻ മേരിക്കെതിരായിട്ട് ഇങ്ങനെ കടൽ തിര കണക്കോ ഈ കാറ്റ് കണക്കോ ഒക്കെ ഇരമ്പി വരുന്നത് നിങ്ങൾ സങ്കല്പിക്കാൻ പറ്റുമോ? അത്തരമൊരു ഫെയ്റ്റിലാണ് ഈ സ്ത്രീ നിൽക്കുക. പിന്നീട് യേശു അവളെ അഭിസംബോധന ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. നമ്മൾ വായിച്ചു കേൾക്കുന്ന ഇങ്ങനെയാണ്, ആൾക്കൂട്ടം പിരിഞ്ഞു പോവുകയാണ്. കഥയൊക്കെ എല്ലാവർക്കും അറിയാം. കുറച്ചു നേരം അവൻ നിലത്തിരുന്ന് എഴുതുന്നു. അത് ആൾക്കാരുടെ ആ വൈകാരികത ഒന്ന് ശമിക്കാൻ വേണ്ടി അവൻ കൊടുത്ത ഇടവേളയാണ്. റെസ്റ്റ് ടൈം കൊടുക്കുക. ഒരു ഉദ്ദീപനത്തിനും പ്രതികരണത്തിനിടയിൽ ഒരു ഇടവേള സൃഷ്ടിച്ചെടുക്കുമ്പോൾ മനുഷ്യരുടെ ജീവിതം കുലീനമാകുന്നുള്ളതിൻ്റെ അടയാളം കൂടിയത്. ആ ഒരു ദീർഘമായ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തൊരു കല്ലെറിയട്ടെ. അതവരിൽ വല്ലാത്ത ആഘാതത്തോടുകൂടി പതിച്ചു. നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, പ്രായം കൂടിയവർ തൊട്ട് ഓരോരുത്തരായിട്ട് പിന്തിരിഞ്ഞ് പോവുകയാണ്. കാരണം പ്രായം കൂടിയവർക്ക് കൂടുതൽ വീണ്ടും വിചാരങ്ങളുണ്ടാകും, പ്രായം കൂടിയവർക്ക് കൂടുതൽ അനുതപിക്കാനായിട്ട് കാരണങ്ങളുണ്ടാകും. ഓരോരുത്തരായിട്ട് ഈ കല്ലിട്ടിട്ട് മടങ്ങിപ്പോകുമ്പോൾ ഇനി അവശേഷിക്കുന്നത് യേശു ആ സ്ത്രീയും മാത്രമാണ്. യേശു മറ്റൊരിടത്തും ആരെ അഭിസംബോധനയാകത്ത അല്ല, ഒരാളെ മാത്രം സംബോധന വേണ്ടി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കരുതി വെച്ചിരുന്നൊരു വാക്ക്, സ്ത്രീയെ എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? സ്ത്രീയെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു വാക്കിനകത്ത് സ്ത്രീ എന്ന് പറയുമ്പോൾ അതൊരു വളരെ റെസ്പെക്റ്റോടുകൂടി കൊടുക്കുന്നൊരു വാക്ക് തന്നെയാണ് കേട്ടോ. തമിഴിൽ വിളിക്കുന്ന അമ്മ എന്ന് വിളിക്കുന്ന കണക്കൊക്കെ ഉള്ള ഒരു വളരെ ആദരവ് നിറഞ്ഞൊരു വാക്കാണ് അത്. ഞാൻ നിന്നെ വിധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും ആ നീതിമാനായ ജോസഫിനെയും അയാളുടെ കരുണ കൊണ്ട് ജീവിക്കാനായിട്ട് ദൈവം കരുതൽ കൊടുത്ത മേരിയുമൊക്കെ ഓർത്തിട്ട് യേശുവിൻ്റെ അകക്കണ്ണ് ഇങ്ങനെ വല്ലാതെ തുളുമ്പിയിട്ടുണ്ടാവും. ഉള്ളിൽ അവൻ വല്ലാതെ നനഞ്ഞിട്ടുണ്ടാവും. ഒന്നതാ. രണ്ടാമത് ഒരു മുഹൂർത്തം ഒന്ന് നമുക്ക് കരുതാവുന്നത്, യേശു ഇങ്ങനെ ശ്രീഭണ്ഡാരത്തിൻ്റെ അരികെ ഇരിക്കുക. ഒരു സ്ത്രീ തൻ്റെ ആകെയുള്ളൊരു നിക്ഷേപം കൊണ്ടുവന്നിട്ട് ഈ ഭണ്ഡാരത്തിൽ ഉപേക്ഷിക്കുക. ഒരു ചില്ലിക്കാശോ 2 ചില്ലിക്കാശോ ഒക്കെയാണ്. യേശു പറയുന്നത് ഇങ്ങനെയാണ്, ഇവൾക്കുള്ളതെല്ലാം അതിനകത്ത് നിക്ഷേപിച്ചെന്നാണ് പറയുക. ആ സ്ത്രീയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് വിധവയായൊരു സ്ത്രീയായിരുന്നു. പാരമ്പര്യം പറയുന്നു, ഓൾറെഡി യേശുവിൻ്റെ പരസ്യവിധം ആരംഭിക്കുമ്പോഴേക്കും മേരി വിധവയായിട്ടുണ്ട്. യങ് വിഡോയുടെ പേരാണ് മേരി എന്ന് പറയുക. ഒറ്റയ്ക്ക് മകനോടൊപ്പം ജീവിതം തുടരേണ്ടി വന്ന ഇങ്ങനെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളുടെ ഏറ്റവും മനോഹരമായ പ്രോട്ടോടൈപ്പായിട്ട് മേരി എടുത്താൽ നല്ലതാണ്. പക്ഷെ വിടോ. അപ്പോൾ ആ ഒരു വിധവയായ സ്ത്രീയിലേക്ക് ഇവൻ്റെ കരുതലുണ്ട്. അമ്മ അത്തരമൊരു വൈധവ്യത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ശ്രദ്ധ ഇത്തരം മനുഷ്യരിലേക്ക്, ഒറ്റപ്പെട്ട ജീവിക്കുന്ന മനുഷ്യരിലേക്ക് നന്നായിട്ട് എത്തുന്നുണ്ട്, നന്നായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഏകാഗ്രമാകുന്നുണ്ട്. അങ്ങനെയാണ് ആരും കാണരുതെന്ന് കരുതി അവൾ മറച്ചു പിടിച്ച ആ നാണയം അവൻ്റെ കണ്ണിൽപ്പെടുന്നത്. വാസ്തവത്തിൽ
ഒരു പക്ഷേ ഇത് മേരിയുടെ തന്നെ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് യേശുവിന് തോന്നിയിട്ടുണ്ടാകും. മേരി എന്ന് പറയുന്ന നസ്രത്തിലെ ഒരു സാധു വിധവയുടെ ഏറ്റവും മൂല്യമുള്ള നാണയം എന്ന് പറയുന്നത് ഈ അലഞ്ഞടക്കുന്ന ചെറുപ്പക്കാരനാണ്. അയാൾ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ശ്രീഭണ്ഡാരത്തിൽ മേരി വെച്ചിട്ട് പോവുകയാണ്. മേരി സമർപ്പണത്തിൻ്റെ കഥയൊക്കെ നമുക്കറിയാം. ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോയി കൊടുത്തെന്ന് പറയുന്നൊരു കഥയുണ്ട്. പിന്നെ ആ കുട്ടി അവൻ്റെ ആലയത്തിൻ്റെ ഭാഗമായിരുന്നു. 12 വയസ്സിൽ തൊട്ട് കുട്ടി അതിനെക്കുറിച്ച് വളരെയേറെ ബോധവാനായിരുന്നു. ഞാൻ എൻ്റെ അപ്പൻ്റെ ആലയത്തിലായിരിക്കേണ്ടത്. അപ്പോൾ ഇളം പ്രായത്തിൽ ഇങ്ങനെ ദേവാലയത്തിന് കൈമാറി ദൈവത്തിൻ്റെ കുഞ്ഞാക്കി മാറ്റിയ ഒരു ഇതാണ്. സ്വാഭാവികമായിട്ട് ഈ സ്ത്രീ നിക്ഷേപിക്കുന്ന ആ നാണയത്തിനകത്ത് തൻ്റെ തന്നെ മുഖം യേശു കാണുകയാണ്. നിശ്ചയമായിട്ടും ഉള്ളിൽ കവിത കൊണ്ട് നടക്കുന്ന, ഉള്ളിൽ ഓർമ്മയുടെ ഒരു ഹരിതഭൂമി കൊണ്ട് നടക്കുന്ന ഒരാളെന്ന നിലയിൽ ഇത്തരം വിചാരങ്ങളൊക്കെ യേശുവിലൂടെ വന്നിട്ടുണ്ടാവണം. നമ്മൾ യേശുവിനെ എന്തുമാത്രം പച്ച മനുഷ്യനായിട്ട് കാണാൻ പറ്റും അത്രയും പച്ച മനുഷ്യനായിട്ട് കാണാനുള്ള ശ്രമത്തിലാണ്. അതാണ് എൻ്റെ ശരിയും. അപ്പോൾ രണ്ടതാണ്. മൂന്നാമത് ഞാൻ വിചാരിക്കുന്നത് നൈലിലെ വിധവയുടെ അതും സെയിം പ്രശ്നം തന്നെയാണ്. ഇതിൻ്റെ തന്നെ കുറേ കൂടി ഡയറക്റ്റായിട്ടുള്ള സംഭവമാണ്. ഒരു വിധവയുടെ ഏക മകൻ മരിച്ചു. കുറച്ച് കാലത്തിന് ശേഷം തൻ്റെ അമ്മയ്ക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു ഫെയ്റ്റിൻ്റെ ഒരു മുന്നോടിയായിട്ട് അതിനെ പ്രാർത്ഥനാനം ചെയ്യുന്ന ഒരു അനുഭവമായിട്ടൊക്കെ ഇതും യേശുവിന് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഏക മകനുമായിട്ട് നടന്നു പോകുന്ന ഈ സ്ത്രീ, പിന്നെ നമ്മൾ വേദപുസ്തകത്തിലൊക്കെ വായിക്കുന്ന അവർ അവനെ കുരിശിൽ നിറക്കി മടിയിൽ കിടത്തി എന്നൊക്കെ നമ്മൾ കുരിശിൻ്റെ വഴിയിലൊക്കെ പറയുന്ന ആ ഭാഗത്തിൻ്റെ ഒക്കെ ഒരു കൃത്യമായൊരു മുന്നോർമ്മയാണ്. അത് നിശ്ചയമായിട്ടും ഇങ്ങനെ വളരെയേറെ പച്ചയായിട്ട് ഓർമ്മയിലേക്ക് വരാൻ പോകുന്ന ഒരു വിചാരമാണ്. ആ അമ്മയുടെ നിലവിളി കണ്ടിട്ട് ആ അമ്മയുടെ മകനെ ജീവനിലേക്ക് യേശു തിരിച്ചു കൊണ്ടുവരികയാണ്. യുവാവ് എഴുന്നേൽക്കാൻ പറയുന്നു. അങ്ങനെ ഒരമ്മയുടെ സങ്കടം തീർത്ത് കൊടുത്ത ഒരാളുടെ പേരാണ് യേശു എന്ന് പറയുന്നത്. പക്ഷേ തൻ്റെ അമ്മയുടെ സങ്കടം തീർക്കാനായിട്ട് ഈ ചെറുപ്പക്കാരന് പറ്റുമോ ഇല്ല എന്നുള്ളതാണ് വരുന്ന ആളുകൾ തെളിയിക്കേണ്ടത്. അത്തരം അമ്മയുടെ മകനായിട്ടായിരുന്നില്ല യേശു നിലനിന്നത്. ലോകത്തിൻ്റെ കുഞ്ഞാടായിരുന്നു. ലോകത്തിൻ്റെ കുഞ്ഞാട് നിശ്ചയമായിട്ടും ഇത് കണക്ക് വീണ്ടും ജീവനിലേക്ക് തിരിച്ചു വിളിക്കപ്പെടേണ്ട ആളല്ല, എന്നേക്കുമായിട്ട് കൊടുക്കേണ്ട ഒരു ബലിയാണ്. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ഈ കുരിശിൻ്റെ വഴികളിലൊക്കെ മേരി യേശുവിന് കൂട്ടുപോകുമ്പോൾ മേരി നിശ്ചയമായിട്ടും ഈ അബ്രഹാത്തിൻ്റെ കഥ ഓർത്തിട്ടുണ്ടാവും. ആ ഒരു പുണ്യപിതാവിൻ്റെ, ആ ഒരു വിശുദ്ധ പിതാവിൻ്റെ അതേ വഴിത്താരയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. നമുക്കറിയാം എങ്ങനെയാണ് ഈ പറഞ്ഞ അബ്രഹാം ഇസ്ഹാക്കുമായിട്ട് മല കയറുന്നെന്ന്, മോറിയ മല കയറുന്നെന്ന്. പോകുന്ന വഴിക്ക് കുട്ടി ചോദിക്കുന്നുണ്ട്, അപ്പോൾ എല്ലാം ഉണ്ട് കൈവശം, കയ്യിൽ വിറകുണ്ട്, തീയുണ്ട്, ഈ ബലിക്കുഞ്ഞാട് മാത്രം എവിടെയാണ്? എന്തുമാത്രം ചങ്ക് വിങ്ങുന്നുണ്ടാകും അപ്പൻ്റേത്. കാരണം അയാൾക്കത് ഒരു നിമിഷത്തെ ആ ഒരു ഇടവേളയ്ക്ക് ശേഷം പറയേണ്ട ബാധ്യതയുണ്ട്, ബലിക്കുഞ്ഞാട് നീ തന്നെ. എന്നിട്ടും മകന് നേരെ അയാൾ ആ ബലിക്കത്തി ഉയർത്തുമ്പോൾ ഒരപ്പൻ്റെ വേദന കാണാനായിട്ട് താങ്ങാനാവാത്ത ഒരു ഒരു കരുതൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്ന എന്താണ്? പകരം ആട്ടിൻകുട്ടി എടുത്തോളാനാണ് പറയുക. അപ്പോൾ മേരി വിചാരിക്കുന്നുണ്ട്, ഈ മല കയറുന്ന തനിക്ക് വേണ്ടി പകരക്കാരനായിട്ടൊരു ആട്ടിൻകുട്ടിയെ കരുതിയിട്ടുണ്ടാകും. പകരം എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എന്തായാലും താൻ കരുതുന്ന, താൻ ഭയപ്പെടുന്ന ഒരു ദുരന്തമായിരിക്കില്ല എന്നൊരു പ്രതീക്ഷയോടൊക്കെ ആയിരിക്കണം മേരി ഈ പറഞ്ഞ യാത്രയിൽ യേശുവിന് കൂട്ടുപോവുക. പക്ഷേ അബ്രഹാത്തിന് പകരം, അല്ലെങ്കിൽ അബ്രഹാത്തിന് വേണ്ടി ഇസ്ഹാക്കിൻ്റെ പകരമായിട്ട് ആട്ടിൻകുട്ടിയെ കരുതി വെച്ച ആ പിതാവ് തൻ്റെ മകന് പകരമായിട്ട് ആട്ടിൻകുട്ടിയെ കരുതി വെക്കുന്നില്ല എന്ന് പറയുന്നിടത്താണ് സുവിശേഷം. തൻ്റെ ഏകജാതനെ നൽകുമാറ് ഭൂമി അത്രമാത്രം അവൻ സ്നേഹിച്ചു. ഓ, ഈ പരിഹാരമില്ലാത്ത ദുഃഖവുമായിട്ട് മേരി ഉണ്ടാകും. പക്ഷെ ആ ദുഃഖത്തെക്കാൾ വലിയ പ്രഭയിൽ ജീവിക്കാൻ പറ്റുന്ന വെളിച്ചം, അനോയിൻറ്റിങ് നിശ്ചയമായിട്ടും അവൾക്കുള്ളത് കൊണ്ട് ആ ദുഃഖത്തെ അവൾ കുറുകെ കടക്കും. അതൊരു മൂന്നാമത്തെ ഒരു മുഹൂർത്തമാണ്. നാലിങ്ങനെ യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ അമൃതമൊഴികൾ കേട്ടപ്പോൾ അത് കൊടുത്തൊരു ആനന്ദത്തിൽ, അത് കൊടുത്ത ഒരു വിടുതലിലൊക്കെ ഒരു വയോധികയായ സ്ത്രീ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിന്നെ മുലയൂട്ടിയ മാറും, നിന്നെ വഹിച്ച ഉദരവും എത്രയോ അനുഗ്രഹീതം. നിശ്ചയമായിട്ടൊരു ചെറിയ പെൺകുട്ടി ആവുകയില്ല. കാരണം അത്തരൊരു ഭാഷ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത് നിശ്ചയമായിട്ടും വയോധികയായ ഒരു സ്ത്രീക്കായിരിക്കും. ആ ദേശത്തെ എല്ലാ സ്ത്രീകൾക്കും മേരിയോട് ഒരുതരം വിശുദ്ധിയുള്ളൊരു അസൂയ. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് യേശുവിനെ കണക്കൊരു മകനെ. നമ്മുടെ കാലത്ത് പോലും
ലോകത്തുള്ള ഏതൊരു ചെറുപ്പം അമ്മയും ആഗ്രഹിക്കുന്നത് എന്താണ്? തൻ്റെ മക്കളിങ്ങനെ യേശുവിനെ കണക്ക് വളരുമെന്നൊക്കെ അല്ലേ? ലോകത്തിന് വേണ്ടി വളരുക, ലോകത്തിന് വേണ്ടി സ്വപ്നം കാണുക, ലോകത്തിന് വേണ്ടി അലയുന്ന മക്കളെയൊക്കെ കാക്ഷിക്കാത്ത ഏതെങ്കിലും അമ്മമാർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഉണ്ടാവില്ലെന്ന് തന്നെ ഞാൻ വിചാരിക്കുക. അപ്പോൾ വാസ്തവത്തിൽ ഇത്രയും നല്ലൊരു വാഴ്ത്ത് മേരിക്ക് കിട്ടുന്നില്ല. സ്വർഗവും ഭൂമിയുമൊക്കെ വാഴ്ത്തുന്നവളെന്നൊക്കെ നമ്മൾ ഗാനങ്ങളിൽ ആലപിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, എവിടെയാണ് ഭൂമി വാഴ്ത്തുന്നത്? സ്വർഗം വാഴ്ത്തിയ കഥയൊക്കെ നമുക്കറിയാം. എനിക്ക് മാലാഹ് വന്നിട്ട് പറയുന്നതൊക്കെ സ്വർഗത്തിൻ്റെ വാഴ്ത്താണ്. ഇത്രയും അനുഗ്രഹം നിറഞ്ഞവൾ, ഇത്രയും കൃപ നിറഞ്ഞവൾ, ഇങ്ങനെ ദൈവദൃഷ്ടിയിൽ വേറെ പതിഞ്ഞിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത്. പക്ഷേ മനുഷ്യരുടെ വാഴ്ത്തുണ്ട് മേരിക്ക് വേണ്ടി. നാച്ചുറലായിട്ട് എലിസബത്തിൻ്റെ വാഴ്ത്തുണ്ട് കേട്ടോ. പക്ഷേ ഒരുപക്ഷെ അത്രയും ശ്രദ്ധിക്കാതെ നമ്മൾ പോകുന്നൊരു വാഴ്ത്ത് വാസ്തവത്തിൽ ഈ മറ്റൊരു സ്ത്രീയുടെ വാഴ്ത്താണ്, നിന്നെ ഊട്ടിയ മാറും നിന്നെ വഹിച്ച ഉദരവും എത്രയോ അനുഗ്രഹീതം. അപ്പോൾ അത് മേരിക്കുള്ള വാഴ്ത്താണ്. വാസ്തവത്തിൽ മക്കളെന്ന നിലയിൽ നമുക്ക് നമ്മുടെ അമ്മമാർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സുഹൃതം അതാ. കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ അമ്മമാർ കടന്നു പോയിട്ടുണ്ടാകും. എൻ്റെ അമ്മക്ക് ഉൾപ്പെടെ കടന്നു പോയിട്ടുണ്ട്. മിക്കവാറും പേരുടെ അമ്മമാരുണ്ടായിരിക്കാം. ജീവിച്ചിരിക്കുകയും മരിച്ചു പോവുകയും ചെയ്ത നമ്മുടെ അമ്മമാർക്ക് വേണ്ടി നമുക്ക് കരുതി വെക്കാവുന്ന ഏറ്റവും നല്ല സുഹൃതം എന്ന് പറയുന്നത്, നമ്മളെ ദൂരത്ത് നിരീക്ഷിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ച് പറയണം, ഇത് കണക്കൊരു നാമ്പിന് ഉയിര് കൊടുത്ത ആ ഉദരവും അതിനെ ഊട്ടി വളർത്തിയ മാറുമൊക്കെ എത്രയും അനുഗ്രഹീതം. അതൊരു മറ്റൊരു മുഹൂർത്തം. അഞ്ചാമതായിട്ട് യേശു ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആൾക്കൂട്ടത്തിൽ നിന്ന് ആരോ വിളിച്ച് പറഞ്ഞു, നിൻ്റെ അമ്മയും സഹോദരന്മാരും ഇവിടെ കാത്തു നിൽപ്പുണ്ട്. യേശു പറഞ്ഞു, ആരാ എൻ്റെ അമ്മയും സഹോദരൻ? എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ അഭീഷ്ടം ആര് പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നോ അവരാണ് എൻ്റെ ശരിയായ അമ്മയും സഹോദരനും. ഇത് ഏതെങ്കിലും തരത്തിൽ ആ മേരിക്കുള്ള ഒരു ഇകഴ്ത്തലല്ല, മേരിക്കുള്ള വാഴ്ത്ത. കാരണം യേശു പറഞ്ഞതാണ്, ഈ പറഞ്ഞ യേശുവിൻ്റെ അമ്മയുടെ സഹോദരൻ മാനദണ്ഡമെങ്കിൽ ആ മാനദണ്ഡം അത്രയും കൃത്യമായിട്ട് പാലിച്ച മറ്റൊരു വ്യക്തി ഈ ഭൂതലത്തിലുണ്ടാവില്ല. ആമേൻ എന്ന് പറഞ്ഞൊരു വാക്കിലാണ് അവളുടെ ജീവിതം ആരംഭിക്കുന്നത്. ദൈവം എന്ത് അഭിലഷിച്ചോ അതിനോടൊക്കെ അവൾ ആമേൻ എന്ന് പറഞ്ഞു. എന്തുമാത്രം സംശയം തോന്നിക്കാവുന്ന, എന്തുമാത്രം ദുര്യോഗങ്ങളിലേക്കും എന്തുമാത്രം കടങ്കഥകളിലേക്കും കെട്ടുകഥകളിലേക്കൊക്കെ വഴുതിപ്പോകാവുന്ന ഒരു ജീവിതം ആരംഭിക്കുന്നത് വാസ്തവത്തിൽ ഈ ആമേൻ എന്ന് പറഞ്ഞൊരു വാക്കോട് കൂടിയാണ്. അങ്ങനെ ആയിരിക്കട്ടെ, നിൻ്റെ കർത്താവിൻ്റെ ഹിതം ഈ ദാസിയിൽ പൂർത്തിയാവട്ടെ. ഓരോ സെക്കൻഡും അവൾ ഈ പറഞ്ഞ ദൈവ ഇഷ്ടം അനുസരിച്ച് മാത്രമാണ് ജീവിച്ചതാണ്. ഇപ്പോഴും അവൾ ഭൂമിയോട് പറയുന്നത് അത് തന്നെയാണ്. കാനായിലെ കല്യാണത്തിനൊക്കെ പറയുന്നതാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. ദൈവത്തിൻ്റെ സ്വരങ്ങൾക്ക് അല്ലെങ്കിൽ പുത്രൻ്റെ ഇഷ്ടങ്ങൾക്ക് ഇങ്ങനെ കാതോർക്കുക എന്നുള്ളതല്ലാതെ മറ്റെന്ത് മര്യന്തൂതാണ് നമുക്ക് ലഭിക്കാനുള്ളത്? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും യേശു പറഞ്ഞ വരികൾ മേരിയോടുള്ള അകൽച്ചയല്ല പറയുന്നത്. യേശു നിശ്ചയമായിട്ട് അമ്മയെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അവർ കണ്ടോ കണ്ടില്ലെന്ന് വേദപുസ്തകം കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നില്ല. എന്നാൽ പോലും വളരെ പച്ചയായൊരു മനുഷ്യൻ എന്ന നിലയിൽ ആ ദിവസത്തിൽ തൻ്റെ മകൻ്റെ ഓരോ കാര്യങ്ങൾക്കും അമ്മ ഇങ്ങനെ കണ്ണു നിറയെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും. എന്നിട്ടായിരിക്കണം അവർ പിരിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇതും മേരിക്കുള്ള വാഴ്ത്ത് തന്നെയാണ്. മേരിയെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന ഘടകങ്ങളാണ്. പിന്നെ നിശ്ചയമായിട്ടും വളരെ ഡയറക്റ്റായിട്ട് കുരിശിൻ ചുവട്ടിൽ ഈ സ്ത്രീ നിൽക്കുന്നതായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്. ആ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന മിക്കവാറും സ്ത്രീകളുടെ പേര് മേരി എന്ന് തന്നെയാണ്. മേരി എന്ന് പറഞ്ഞ വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്, ഒത്തിരി ന്യൂയാൻസുകളിൽ അത് വായിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു പൊതുവായ അർത്ഥം ഈ ബിലവഡ് എന്ന് പറയുന്ന അർത്ഥമാണ്. അങ്ങനെ യേശുവിൻ്റെ ഏറ്റവും ബിലവഡായ കുറേ സ്ത്രീകൾക്ക് ലഭിക്കുന്നൊരു കോമൺ നെയിമാണ് മേരി എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഭാരതത്തിലൊക്കെ നമ്മൾ പറയുന്ന കണക്ക് എല്ലാ സ്ത്രീയിലും ഒരു മീര ഉണ്ടെന്നൊക്കെ ഭാരതം കരുതുന്ന കണക്ക് എല്ലാ സ്ത്രീകളിലും ഒരു മേരിയുണ്ട്. അവനെ അഭിലഷിക്കുകയും അവൻ്റെ പാദങ്ങളിൽ നിൽക്കുകയും അവനെ നമസ്കരിക്കുകയും അവന് വേണ്ടി അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ. ഒടുവിൽ നമുക്കറിയാം കടന്നു പോകേണ്ട നേരമാണ്. കാര്യങ്ങളൊക്കെ വിചാരിച്ചതിനേക്കാൾ കഠിനമാവുകയാണ്. വലിയൊരു നിലവിളി മുഴങ്ങുന്നുണ്ട്, ഏലെല്ലാമ ശബക്താനെ, എൻ്റെ ദൈവമേ എൻ്റെ ദൈവം എന്തിനെ കൈവിട്ടു. വല്ലാത്തൊരു നിമിഷത്തിലൂടെ കടന്നു പോകുന്നത്. ആ നിലവിളിയുടെ കാരണവും നമുക്ക് അറിഞ്ഞുകൂടാ. പല രീതിയിൽ എൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ എന്തൊക്കെ വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് ഇങ്ങനെ വല്ലാത്ത ഡീലിംഗ് ചെയ്യപ്പെടുകയാണ് യേശു ആ നിമിഷത്തിൽ. അത്രയും കാലം ദൈവത്തെ ദൈവമെന്ന് മാത്രം വിളിച്ചിരുന്ന യേശു ഇവിടെ പിതാവെന്ന് മാത്രം വിളിച്ചിരുന്ന യേശു ഇവിടെ ദൈവമെന്നാണ് വിളിക്കുന്നത്. കാരണം ഒരുപക്ഷെ ആ ഒരു ഇൻറ്റിമസി നഷ്ടപ്പെട്ടു പോയ നിമിഷമാണ്. പക്ഷേ അടുത്തതായിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, നിൻ്റെ കരങ്ങൾ എൻ്റെ പ്രാണൻ ഞാൻ അർപ്പിക്കുന്നു. ഇത് വേദപുസ്തകം പഠിക്കുന്നവർ പറയുന്നത് ഇത് ഏതൊരു യഹൂദ കുഞ്ഞും ഒരു ബാലനോ ബാലികയൊക്കെ തൻ്റെ ചെറുപ്പത്തിൽ പഠിക്കുന്ന ആദ്യ പ്രാർത്ഥനകളൊന്നാണ്.
അന്തിയിൽ നിദ്രയിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പേ നിശ്ചയമായിട്ടും അവർ ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ ഒരു ആരംഭമോ അല്ലെങ്കിൽ അതിൻ്റെ ഒടുക്കമൊക്കെ ഇങ്ങനെയാണ്: നിൻ്റെ കരങ്ങൾ എൻ്റെ പ്രാണനെ അർപ്പിക്കുന്നു. അപ്പോൾ ദൈവം പോലും കൈവിട്ടും തോന്നിക്കുന്ന, ജീവിതത്തിൻ്റെ വല്ലാതെ പൊള്ളുന്ന, വല്ലാതെ വെന്തുപോകുന്ന ഒരു നിമിഷത്തിൽ യേശുവിൻ്റെ അധരങ്ങളിലേക്ക് കൂട്ടുവന്നത് പണ്ടെങ്ങും മേരി ചൊല്ലിക്കൊടുത്തൊരു പ്രാർത്ഥനയാണ്. ഒടുവിൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ ആ പ്രാർത്ഥനയിൽ ഒത്തിരി മുമ്പോട്ട് പോവുകയും യോഗാത്മകതയിലെത്തുകയും വിശ്വസത്തിലെത്തുകയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ പോലും ജീവിതത്തിൽ ചില കഠിന നിമിഷങ്ങളുണ്ട്. അത്തരം നിമിഷങ്ങളിൽ നമ്മൾ ദൈവവുമായി ബന്ധപ്പെട്ട ബൗദ്ധിക വിചാരങ്ങളോ വലിയ ധ്യാന വിചാരങ്ങളൊന്നും സഹായിക്കാൻ പോകുന്നില്ല. നമ്മളെ സഹായിക്കാൻ പോകുന്നത് നമ്മുടെ അമ്മമാർ പറഞ്ഞു തന്നിട്ടുള്ള ചെറിയ പ്രാർത്ഥനകളൊക്കെ ആയിരിക്കും. ഇതൊക്കെ തന്നെയാണ് മേരിക്ക് വേണ്ടി ഈ രാത്രിയിൽ നമ്മൾ കരുതി വെക്കുന്ന കുറച്ച് പ്രണാമം. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം